സന്ദേശങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വീഡിയോകളുടെ ചാനലായ ഗ്ലോബൽ വിഷന്റെ 10ാം വാർഷികത്തിൽ അനുഭവങ്ങൾ സന്ദേശങ്ങൾ എന്ന പുതിയ പ്രോഗ്രാമിന്റെ പ്രഥമ എപ്പിസോഡ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതെ, ചിലരുടെ ജീവിത അനുഭവങ്ങൾ അവർ നിങ്ങൾക്ക് മുമ്പിൽ പറയുകയാണ്. അത് ഈ സമൂഹത്തിനുള്ള വലിയ സന്ദേശങ്ങളാണ്. ഇന്ന് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി 2 അതിഥികളാണ് നമുക്ക് മുമ്പിലേക്ക് വരുന്നത്. ആദ്യമായി റാണി ജെയിംസ് എന്ന വീട്ടമ്മയെ അവരുടെ ജീവിതത്തിലെ വലിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി ഗ്ലോബൽ വിഷന്റെ ഫ്ലോറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി റാണി ജെയിംസ്. പ്രതിസന്ധികളുടെയും പരീക്ഷണങ്ങളുടെയും വലിയൊരു കാലം കടന്നാണ് റാണി ജെയിംസ് എന്ന വീട്ടമ്മ ഇവിടെ എത്തിയിരിക്കുന്നത്. അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ 2ാമത്തെ അതിഥി കൂടി ക്ഷണിക്കാം. അത്ലറ്റിക്സിൽ ഏഷ്യൻ റെക്കോർഡുകൾ പലവട്ടം തകർക്കുകയും വരുന്ന ഒളിമ്പിക്സിൽ രാജ്യത്തിന്റെ മെഡൽ പ്രതീക്ഷയുമായിരുന്ന ജോബിൻ ജോർജ് ആണ് നമ്മുടെ അടുത്ത അതിഥി. ജോബിൻ ജോർജിനെ ഗ്ലോബൽ വിഷന്റെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാജ്യത്തിനുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച അത്ലീറ്റ് ആയിരുന്നു താങ്കൾ. 100 മീറ്റർ റേസിൽ ഗോൾഡ് മെഡൽ പ്രതീക്ഷ. പക്ഷേ വിധി താങ്കളുടെ ജീവിതം ഈ വോക്കറിലാക്കി. വിധിയല്ല മാഡം എനിക്ക് ഈ വോക്കർ തന്നത്. ലഹരിയിൽ ജീവിതം ആഘോഷിച്ച നെറിക്കെട്ടോടത്തിന്റെ ക്രൂരത. മാസങ്ങൾക്ക് നീണ്ട ക്യാമ്പിനിടയിൽ പൊന്നുമോനെ നിന്നെ ഒന്ന് കാണാൻ കൊതിയാകുന്നു എന്നും അമ്മ ഫോണിൽ കരഞ്ഞു പറഞ്ഞപ്പോൾ നാട്ടിലേക്ക് വന്നതാ. പിന്നെ തിരിച്ചു പോകേണ്ടി വന്നില്ല. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നിമിഷങ്ങളാണെന്നറിയാം. എന്നാലും എങ്ങനെയാണിത് സംഭവിച്ചത്? ജോബിനൊന്ന് പറയാമോ? പറഞ്ഞല്ലോ, ഈ ക്രിസ്മസിനെങ്കിലും എന്നെ ഒറ്റയ്ക്കാക്കലേ എന്ന് അമ്മ പറഞ്ഞപ്പോൾ വരാതിരിക്കാൻ പറ്റിയില്ല. ക്രിസ്മസ് തലേന്ന് നേരെ വൈകിയ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത്. സ്റ്റേഷനിൽ നിന്ന് നടക്കാനുള്ള ദൂരമേയല്ലോ വീട്ടിലേക്ക്. പക്ഷേ ഞാൻ വീട്ടിലെത്തിയില്ല. പാഞ്ഞു വന്ന ഒരു കാർ എനിക്ക് ഓർമ്മയുണ്ട്. നിയന്ത്രണമില്ലാതെ എന്റെ നേരെ വന്ന കാർ എന്റെ ഇടത് കാലും കൊണ്ടുപോയി. അത് ഓടിച്ചിരുന്നത് എന്റെ മോന. ഓടിക്കുകയല്ലായിരുന്നു, ലഹരിയുടെ ഉന്മാദത്തിൽ അവനത് പറത്തുകയായിരുന്നു. കാല് പോയതിനല്ല സങ്കടം. ഞാൻ വിളിച്ചുകൊണ്ട് വന്നോടാ എന്റെ ജീവിതമില്ലാതായത് പറഞ്ഞു കരയുന്ന എന്റെ അമ്മയെ ഓർക്കുമ്പോഴാ. നമ്മുടെ ഇന്നത്തെ അതിഥികളുടെ ജീവിതങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. അതിലേക്ക് വരും മുമ്പേ ഒരു ഷോർട്ട് ബ്രേക്ക്. ആൻഡോ, വിഷ്വൽ ബ്രേക്ക്. നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തോ, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ മോനെ, തെറ്റുപറ്റിപ്പോയി എന്റെ മോനെ. പൊറുക്കണം, ഒരമ്മയുടെ അപേക്ഷയാണ്. എനിക്കുണ്ട് അമ്മ. എന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച പാവം. പറഞ്ഞല്ലോ, മകന് തെറ്റുപറ്റിയതാണെന്ന്. അവന്റെ തെറ്റുകൾക്ക് ജന്മം നൽകിയ നിങ്ങൾക്ക് മുന്നേ ഉത്തരവാദിത്തം. അടുത്ത ഊഴം നിങ്ങളുടേതാണ്. പറയുമല്ലോ നിങ്ങൾ എവിടെ അവന് തെറ്റിയതെന്ന്. അതിനുള്ള പങ്ക് നിങ്ങൾക്കുള്ള പങ്ക് എന്തായിരുന്നു എന്ന്. ആന്റി, ഇത് ഞാനാണ് ആന്റി. ആന്റി അവനെ കുറിച്ച് പറയാൻ പോവാണോ? എന്റെ പ്രിയ കൂട്ടുകാരൻ
ആന്റിയുടെ മകന്റെ കൈകൾ കൊണ്ട് മരിച്ച ഈ എന്നെ കുറിച്ചും ഏതൊരു സാധാരണ വീട് പോലെ തന്നെയായിരുന്നു എൻ്റെ വീട്. ഞാൻ, ജെയിംസ്, ഞങ്ങളുടെ മകൻ എബി. ജെയിംസ് ഒത്തിരി വർഷമായി വിദേശത്തെ ജോലി ചെയ്തിരുന്നു. അതുകൊണ്ട് ഇവിടെ എല്ലാ കാര്യത്തിനും ഞാനായിരുന്നു ഒപ്പം. പഠിക്കാൻ മിടുക്കനായിരുന്നു അവൻ. അവധിക്ക് വരുന്ന ഓരോ ദിവസങ്ങളും ആഘോഷമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. ഇന്ന് പപ്പയുടെ ബർത്ത്ഡേ 47ാമത്തെ. പപ്പ ഒന്നാണ് ഞെട്ടിക്കണം. ഈ ആരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണോ ഈ പറയണത്? പപ്പേ ഓ, പപ്പയെ ഞെട്ടിക്കണമെങ്കിലേ ഈ ബലൂൺ അങ്ങ് പൊട്ടിച്ചാൽ മതിയല്ലോ. നിങ്ങള് കോമഡി ചളി ചളി. പപ്പേ മമ്മിയാ അങ്ങോട്ടൊരു കാര്യം ചെയ്തോ, ഒന്ന് അങ്ങോട്ട് മാറിയിരുന്നോ? ഓക്കേടാ. എന്താടാ വഴി തടഞ്ഞു നിൽക്കുന്നത്? ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഓ, നീ പൊളിച്ചല്ലോ. ഞെട്ടിയില്ലേ? എന്തിന്? ഞാൻ ഓർത്തില്ല. പക്ഷേ അമ്മ എന്നോട് ഇന്നലെ പറഞ്ഞു. പപ്പ ഇപ്പോ ഞെട്ടിയില്ലേ? ഞാൻ അങ്ങളെ കണ്ടിട്ടാ ഞെട്ടിയത്. ഓ, അത് എന്ത് വർത്തമാനമാണ് ഉവ്വേ? ഞാൻ നാട്ടിലെത്തിയ ആദ്യ ദിവസങ്ങൾക്കുള്ളിൽ അങ്കിൾ എന്നും വരുമായിരുന്നു. പിന്നെ കണ്ടില്ല. അന്ന് സ്കോച്ച് ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം തീർന്നില്ലടാ. അല്ലടാ ജെയിംസ്, ചെക്കൻ നിനക്കൊരു സർപ്രൈസ് ഒരുക്കിയതാ. സംഭവം പാളി. ഹേയ്, എന്റെ സ്നേഹമല്ലേ ഞാൻ ഈ അലങ്കാരങ്ങളിൽ കാണുന്നത്? അല്ലടാ. കേക്ക് അടിപൊളിയായിട്ടുണ്ട്. എന്നാ പിന്നെ ഇതങ്ങ് മുറിച്ചാലിച്ചായ. കുടിക്കടാ ജെയിംസ്. ഞങ്ങളും കൂടി വരട്ടെ. ആ ത്രേസ്യേച്ചി, വാ വാ. ഇങ്ങോട്ട് വാടി മോളെ. ഇതെന്താണ് പതുങ്ങി നിക്കണേ? മെർലിൻ, വാ മോളെ. ഇവർക്ക് എന്തൊരു സംശയം കമ്പ്യൂട്ടറിന്. എബിനോട് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് കാലത്ത് തൊട്ട് തുടങ്ങിയതാ. പക്ഷേ ഒറ്റയ്ക്ക് വരാനൊരു നാണം. അതെന്താ മോളെ, നീ ഞങ്ങളെ കുട്ടിയല്ലേ? നിങ്ങള് വന്ന സമയം നന്നായി. അയൽപ്പക്കക്കാരില്ലാതെ എന്ത് ആഘോഷമാ. ഇത്
ഇത് പ്ലാനിങ്ങാ. മോൾക്ക് ഇത് അറിയാമായിരുന്നോ? തക്ക സമയത്ത് ഒരു വരവും ഒരു സൂചനയും. എന്റെ കർത്താവേ, അത് ശരിയാണല്ലോ. അങ്ങളൊന്ന് ചുമ്മാ ഇരുന്നേ. ഇവര് കുഞ്ഞുനാൾ മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ. ഇവര് തമ്മിൽ എന്ത് രഹസ്യങ്ങൾ അല്ല മക്കളെ? പപ്പാ, പപ്പയ്ക്ക് എന്റെ വക ചെറിയൊരു സമ്മാനം. ആയിക്കോട്ടെ. വാ, കേക്ക് മുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ പപ്പാ. വാ, നമുക്കൊരു സെൽഫി എടുക്കാം. അതായിരുന്നു ഞങ്ങളുടെ ഓരോ നിമിഷവും ശ്വാസവും അവന് വേണ്ടിയായിരുന്നു. ലീവ് കഴിഞ്ഞ് പടിയിറങ്ങുമ്പോൾ ഒരിക്കലും പിരിയാൻ കഴിയാത്ത ഒന്നിനെ പോലെ എബിയെ ചേർത്ത് പിടിച്ച് ജെയിംസ് നിൽക്കും ഒത്തിരി നേരം. എന്നിട്ട് അവനോട് പറയും, അപ്പയുടെ സ്വപ്നങ്ങൾ എന്നെ ഏൽപ്പിച്ചിറങ്ങുന്നത് ചേർത്ത് പിടിച്ചോണേ മക്കളെ. പക്ഷേ എന്നാത്തിനാടാ ഇങ്ങനെ തുരുതല പിടിക്കുന്നേ? ഞാൻ വണ്ടി ഓടിക്കല്ലേ? നിന്നെ എത്ര നേരം ഞാൻ വിളിക്കണു? അല്ല, സാധനം ഇവിടെ. അത് ശരി, ഇതെന്നാ എന്റെ വീട്ടിലുണ്ടാക്കുന്നാണോ? കളക്ട് ചെയ്യണ്ടേ? അല്ല, മച്ചൂനിപ്പോ ഇതില്ലാണ്ട് പറ്റൂല അല്ലേ? എടാ, എനിക്കത് വേണം. എൻട്രൻസ് എക്സാമിന്റെ സമയത്ത് തല പൊട്ടിപ്പോകുന്ന ടെൻഷനായിരുന്നു. നീ അത് തന്നതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്നത്. അന്ന് ഞാൻ പറഞ്ഞപ്പോ നിനക്കൊക്കെ എന്നാ പേടിയായിരുന്നു. ആ, ഏത് മേഖലയിലും ടോപ്പിൽ നിൽക്കുന്ന പലരും ഇത് ഉപയോഗിക്കും. ടെൻഷൻ ഇല്ലാതെ ആവാൻ, ബുദ്ധിയുടെ നല്ല വെടിച്ചിൽ പെർഫോമൻസിന് വേണ്ടി. അത് തന്നെ. ബുദ്ധിയായിട്ട അങ്ങനല്ല എനിക്ക്. ചുമ്മാ വെള്ളത്തിൽ കളിക്കാ മതി. ആ നിറയില്ല, മണമില്ല, പക്ഷെ ഗുണമോ? ചുമ്മാ പറന്ന് നടക്കാം. നീ വെറുതെ ഇറച്ചി കാട്ടി പട്ടിയെ കൊൽപ്പിക്കണ പോലെ അതുകൊണ്ട് തന്നെ. മോനെ, ഗ്രാമിന് 10,000 കാശ് കൊടുക്കണം. എന്റെ അപ്പം വിദേശത്തിലല്ല, കൂലിപ്പണിക്കാരനാ. കാശ് ഞാൻ തരും. നീ ആ സാധനം മുൻപ് വലിച്ചു കെട്ടിയ പെൻഡിങ്. എടാ, ആരെ കൊന്നിട്ടായാലും കാശ് ഞാൻ തരും. നീ താ, അതന്നെ. അതൊക്കെ നീ ആ മൈൻഡിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ കാശ് തരും, അതുറപ്പ്.
സാധനം ഉപയോഗിക്കുന്നുണ്ടെന്ന് നിന്റെ പെറ്റ തള്ളയ്ക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല. നീ അവിടെ ഇരിക്കേ, ഞാൻ നോക്കാം. ഇതാ പെൺകൊച്ചാണല്ലോ, മോലൻ. നീ വാർത്ത ഓർക്കണ്ട, അവളങ്ങനെ പൊക്കോളും. അതല്ലടാ, ഇവളിവിടെ കേറി ഇറങ്ങി നടക്കുന്നത് ചുമ്മാതല്ല. എന്നുവെച്ചാ എടാ, നീ ആളെ പൊട്ടം കളിപ്പിക്കല്ലേ. അവക്ക് എന്താ വേണ്ടെന്ന് നിനക്കും അറിയാം. ഏയ് എടാ, ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ നല്ല ഫ്രണ്ട്സാ. എടാ, നമുക്ക് ഈ സാധനം തരുന്ന പ്രിൻസിന് കാശിനേക്കാളും കൂടുതൽ താല്പര്യം വേറെ ചില കാര്യങ്ങളുണ്ട്. ഇല്ല, അതൊന്നും ശരിയാവില്ല. എടാ, അവളെ കെട്ടിപ്പിടിച്ചൊരു ചുംബനം, അതിന്റെ പിക്ക് ഞാൻ ഇതിലെടുക്കാം. അത് കാണിച്ച കൊടുക്കാനുള്ള കാശിനൊരു സാവകാശം ഞാൻ ഉണ്ടാക്കാം. നീ പോയി അവളെ വിളിക്ക്. ഇതൊക്കെ അയാൾക്കൊരു ക്രേസാ. നീ അവളെ പോയി അകത്തേക്ക് വിളിക്ക്. ചെല്ലടാ, ചെല്ല്. ഓ ചെല്ലടാ. നീ എന്താ വൈകിയ വാതിൽ തുറക്കാൻ? ഏയ് ഒന്നുമില്ല, ഞാൻ കുറച്ച് ബിസിയാണ്. ആന്റി ടൗണിൽ നിന്ന് വന്നില്ലേ? ഇല്ല, അവരിപ്പോ വരും. നീ ഇരിക്കി. നീ എന്താ വല്ലാതിരിക്കണേ? എന്താ പറ്റിയ നിനക്ക്? ഏയ് ഒന്നുമില്ലടി. പറയേ. ഏയ് ചെറിയൊരു തലവേദന. ഇത് കുടിച്ചോ. ഇതെന്താ ബി? അത് 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 വേണ്ട, അത് എന്റെ ബേബി, എനിക്ക് വേണ്ട, ഞാൻ പിന്നെ വരാം. അമ്മ പോയി. ഇത് കുടിക്കടി. ഞാൻ ഇനി പോവാ. എടി കുടിക്കാൻ. എനിക്ക് വേണ്ടെന്നല്ലേ നീ പറഞ്ഞേ? ഇത് കുടിച്ചിട്ട് പോയാൽ നീ എന്താ ചെയ്യാനാ ബി? കൈ വിടാ എന്നെ. വിടാ ബി. വിടാ.
പണി തുടങ്ങി. ഇതെവിടുന്ന് കിട്ടുന്നു? ആർക്കൊക്കെ ഇത് സപ്ലൈ ചെയ്യുന്നു? ഇത് മേടിക്കാനുള്ള കാശിന് വേണ്ടി എത്ര മോഷണം പിടിച്ചു പറി നടത്തി? എല്ലാം തെളിവ് സഹിതം എന്റെ കയ്യിലുണ്ട്. അതെല്ലാം ഞങ്ങൾ പറഞ്ഞല്ലോ സാറേ. പറയാത്ത കാര്യമുണ്ടല്ലോടാ. കഴിഞ്ഞ ഡിസംബർ 24-ാം തീയതി ഒരു ആക്സിഡന്റ് ഉണ്ടായി. രാജ്യം അറിയുന്ന ഒരു അത്ലറ്റിനെ ഇടിച്ച് പപ്പടമാക്കി വണ്ടി നിർത്താതെ ഓടിച്ചു കളഞ്ഞു. അത് ഓടിച്ചിരുന്നത് ആരാ? അതിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? പറയടാ. ഞാൻ പറയാം സാർ. സാർ, അന്ന് വണ്ടി ഓടിച്ചിരുന്നത് ഞാനാ. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ചെറിയൊരു DJ പാർട്ടി കഴിക്കുന്ന വഴി അവന്റെ ഒരു DJ പാർട്ടി, ലഹരി പാർട്ടി. പിന്നെ ഒരു ചോദ്യം കൂടിയും. മെർലിൻ എന്തിന് ആത്മഹത്യ ചെയ്തു? സാർ, അതെനിക്കറിയില്ല. എനിക്കറിയില്ല സാർ. അറിയില്ല. സാറേ, ഇത് ഞാൻ പറയാം. കുറിച്ചെടുക്കണോ? സ്റ്റഫ്ഫടിച്ചതിന്റെ ആ ലഹരിയിൽ ഇവനാ പെൺകൊച്ചിനെ റേപ്പ് ചെയ്തു. നീ അത് മൊബൈലിൽ പകർത്തി. പക്ഷെ അതെങ്ങനെ ലീക്കായിന്ന് അതെനിക്കറിയില്ല സാറേ. ലീക്കായതല്ലടാ, നീ അത് നല്ല വിലക്ക് വിറ്റു. ഇവന്റെ ആ ചതി നീ അറിഞ്ഞില്ലല്ലേ? ഇപ്പൊ മനസ്സിലായോ എന്തിനാ പാവം പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്? അവരോട് എവിടെയെങ്കിലും ഇരിക്കാൻ പറയണോ? ഇത്തിരി നേരത്തെ സുഖത്തിനു വേണ്ടി ജീവിതം നശിപ്പിക്കുമെന്ന് ഇവന്മാരുടെ സ്ഥിതി ഇതായിരിക്കുമെന്ന് നാട്ടുകാരും മൊത്തം അറിഞ്ഞിരിക്കട്ടെ. എന്തൊക്കെ ഞങ്ങൾ വരുത്തിയത്. എല്ലാവരുടെയും ജീവിതം നീ തകർത്തു. എന്തിനാണ് നീ ഞങ്ങളെ ചോദിച്ചത്? എനിക്കറിയില്ല മമ്മ. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. പപ്പ, നീ ഒരു തെറ്റും ചെയ്യില്ല പപ്പ. എന്നെ ഇവിടെ ഒന്ന് രക്ഷിക്ക്. എന്നെ ഇവിടെ ഒന്ന് രക്ഷിക്ക് പപ്പ. പപ്പയോട് പറ മമ്മി. നമുക്കുള്ളതെല്ലാം കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിൽ അവനെ രക്ഷിക്കണം. എന്ത് പറ്റി ജെയിംസേ?
സമ്പത്തെല്ലാം കേസിന് വേണ്ടി പോയി. അവനെ ശിക്ഷ കിട്ടി. നെഞ്ച് തകർന്ന വേദനയിലും മർലിന്റെ മുഖം ഓർമ്മ വരുമ്പോൾ ഞാൻ ആശ്വസിക്കും. അവളുടെ അമ്മയേക്കാൾ വലിയ വേദനയൊന്നും എനിക്കില്ലല്ലോ. അവന് പറ്റിയ തെറ്റുകൾക്ക് അവന് തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. അത് മതി. അല്ലെങ്കിൽ അപ്പനും അമ്മയും എന്ന നിലയിൽ ഞാനും ജെയിംസും തോറ്റുപോയിരുന്നു. ഒരു വിസിറ്റർ ഉണ്ട്. മനസ്സിലായോടാ, എന്റെ മമ്മയെ കണ്ടിരുന്നു ഒരു ചാനൽ പ്രോഗ്രാമിൽ. നീ എന്നെ കാണണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടു എന്ന് മമ്മ പറഞ്ഞു. എന്തിനാടാ? മാപ്പ് പറയാനാ? മാപ്പ് പറഞ്ഞതുകൊണ്ട് സാറിന് നഷ്ടമായതൊന്നും തിരിച്ചു കിട്ടില്ലല്ലോ. ഓ, അപ്പൊ നിനക്ക് തിരിച്ചുവരെയൊക്കെ ആയി. കാണണമെന്ന് പറഞ്ഞത് സാറിന്റെ ഈ കൈകളൊന്ന് ചേർത്ത് പിടിക്കുവാനാ. ഈ വോക്കറിന് പകരമായി എന്തെങ്കിലും ഞാൻ പുറത്തിറങ്ങുമ്പോൾ താങ്ങായി ഞാനുണ്ടാകുമെന്ന് പറയാനാ. എന്നോട് കൊടുക്കാനാവുമോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ തെറ്റുകളുടെ വഴിയിൽ നിന്ന് നീ തിരിച്ചു കയറാൻ തുടങ്ങിയിരിക്കുന്നു ശരിയിലേക്ക്. അത് മതി. കാണാം. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ എബി? എനിക്ക് നിന്നോട് ഒരു പരാതിയില്ല. നീയല്ല, നിന്നിലെ ലഹരിയാണ് എൻ്റെ ജീവൻ എടുത്തത്. പറയാൻ ബാക്കി വെച്ച ഒന്ന് ഇപ്പോൾ നിന്നോട് പറയണമെന്ന് തോന്നുന്നു. എനിക്ക് നിന്നെ അത്രയ്ക്കിഷ്ടമായിരുന്നു. പപ്പയ്ക്ക് എന്നോട് ഒന്നേ പറയാനുള്ളൂ. ഈ ജീവിതം എനിക്ക് വേണ്ടി കാഴ്ചവെച്ചു. പിറന്നാൾ ദിനത്തിൽ നീ പുതപ്പിച്ച ഈ പൊന്നാട് ഉടഞ്ഞു മരിക്കുന്ന നേരത്തും എന്റെ നെഞ്ചിലുണ്ടായിരുന്നു. എന്നെ ലഹരി നീയായിരുന്നടാ. എല്ലാത്തിനും പാപ്പ്. അറിഞ്ഞോ അറിയാതെയോ കാലൂന്നിയാൽ വലിച്ചു താഴ്ത്തുന്ന ഒരു ചതുപ്പ് പോലെയാണ് ലഹരി. ആ ചതുപ്പിലേക്ക് നമ്മുടെ മക്കളെ, സഹോദരങ്ങളെ, ഉറ്റവരെ ആകർഷിക്കാൻ പ്രലോഭനങ്ങളുടെ, ഭീഷണികളുടെ,
ചൂണ്ടുപലകകളായി നിൽക്കുന്നവരെ ചെറുക്കാൻ ഇമ ചിമ്മാതെ കാത്തിരിക്കേണ്ട കാലമാണിത്. കരുതിയിരിക്കുക.